ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോട്ടൽ എന്ന ബ്രാൻഡിൻ്റെ കോഡ്ലെസ് ആംഗിൾ ഗ്രൈൻഡറും അതുപോലെ തന്നെ കോഡ്ലെസ് ഡ്രില്ലും ഇത് രണ്ടും ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3 വർഷം മുന്നെയാണ്. 3 വർഷത്തിന് ശേഷം ഇത്രയൊരു ലോങ് പീരീഡ് നമ്മൾ ഇവരുടെ ഈ പ്രോഡക്റ്റ് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് ഇത് വർത്താണോ അല്ലേ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞേക്കാം, നമ്മൾ കൊടുക്കുന്ന പൈസക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലും നമുക്ക് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്ക് വരുന്നത് ഒരു മൈൽഡ് യൂസ് അല്ല, റഫ് യൂസാണ്. കാരണം മെറ്റലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കട്ടിങ്ങും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ആയിട്ട് നമുക്ക് വരുന്നത്. വെൽഡിങ്ങിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തു പോകുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. എന്നിട്ട് കൂടെ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും അതേപോലെ തന്നെ ചാർജിങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. അതുപോലെ ഡ്യൂറബിലിറ്റി ഒരുപാടല്ല, 3 വർഷത്തോളമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമാണ് സർവീസിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. വേറെ ഒരു തരത്തിലുള്ള മേജർ ഇഷ്യൂ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവർ 2 ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 20 വോൾട്ട് 2 ആംപിയറും അതുപോലെ തന്നെ 20 വോൾട്ട് 4 ആംപിയറും. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് 20 വോൾട്ട് 4 ആംപിയർ ബാറ്ററിന് ഏറ്റവും കൂടുതൽ ബാക്കപ്പ് കിട്ടുക. മേ ബി ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ മാക്സിമം അത് മാത്രം നോക്കി മേടിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ലാഭിച്ചു തന്നിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ കോഡ്ലെസ് ആംഗിൾ ഗ്രൈൻഡർ എന്നുള്ളത്. അതുപോലെ തന്നെ കോഡ്ലെസ് ഡ്രില്ലും എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായത്. അതായത് നമുക്ക് ആ മേടിച്ച പൈസേൻ്റെ മുകളിലേക്ക് നമുക്കത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 1, 2, 3 വർക്കൊക്കെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കൂടെ സഹായിച്ചിട്ടുള്ളത് അതായത് കറണ്ട് പോയാലും നമുക്ക് ഇവന്മാർ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ വർക്ക് എടുക്കാം. കാരണം ഇന്നിപ്പോൾ കറണ്ട് പോയാലും നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലൊരു ഇൻവേർട്ടറെങ്കിലും ഉണ്ടാകും. സോ നമുക്ക് ചാർജിങ്ങിൽ, അതായത് 3 ബാറ്ററിയാണെങ്കിൽ ബാക്കപ്പിന് യൂസ് ചെയ്യൽ, ഒരു ബാറ്ററി എപ്പോഴും ചാർജിങ്ങിലുണ്ടാവും, ഒരു ബാറ്ററി ഗ്രൈൻഡറുമ്മയും ഒരു ബാറ്ററി ഡ്രില്ലിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഗ്രൈൻഡറത്തെ ചാർജാണ് പെട്ടെന്ന് തീരൽ നമ്മൾ ഡ്രില്ലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ നമുക്ക് കാര്യങ്ങളൊന്നും കൂടി എളുപ്പമാക്കി തരും. എന്തുകൊണ്ട് നമ്മൾ ആളുകൾ ഇതധികം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഞാനിത് റെൻറ്റിനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ യൂസ് ചെയ്യും, പക്ഷേ ഡയറക്റ്റായിട്ട് ആരും ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നത് കണ്ടില്ല. പിന്നെ തീരെ ഇയാൾക്കൊരു മൈനസ് പോയിൻ്റ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ മാഗ്നറ്റുകൾ, അതായത് മാഗ്നറ്റിക് ഗ്രെയിൻസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് പിടിക്കും. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഈ എയർ വെൻറ്റിലൂടെയാണ് അന്നൊരു ചെറിയൊരു വെൽഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു മെറ്റാലിക് പീസ് ഉള്ളിലോട്ട് പോയി. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ കേബിൾ ഉള്ളിലോട്ട് പോയതിൻ്റെ സർക്യൂട്ടിൽ, അതിൻ്റെ ഇലക്ട്രിക് ബോർഡ് സർക്യൂട്ട് അവിടെയാണ് വരുന്നത്. അതിൽ പോയി പറ്റി പിടിക്കാൻ ചെറിയൊരു ഷോർട്ട് ആവുകയും ചെയ്തു. പക്ഷേ അത് ടോട്ടലിൻ്റെ സർവീസിൽ ചെന്ന് നമ്മളത് ഒരു 1 ഡേ കൊണ്ട് നമുക്ക് ഫിനിഷായി കിട്ടി. അതുപോലെ തന്നെ ചാർജർ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കോഡ്ലെസ് ഡ്രില്ലിനെ പറ്റിയിട്ടാണ്. ഇവനെ പറ്റി പറയാൻ നമുക്ക് കുറച്ചധികം പറയേണ്ടി വരും. കാരണം നന്നായിട്ട് ഹെവി യൂസ് ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇവരെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഇതിലൊരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളർ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അത് ഏറെക്കുറെ കളറായി കിട്ടിക്കോളും. ഓക്കെ, ആ കളറിൽ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഒരു പാർട്സിലും ഇവനിക്ക് യാതൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രശ്നം വെച്ച് ഈ ഒരു ഹെഡിൽ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. പക്ഷെ ഇതവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ തന്നെയാണ്, ഇതെല്ലാ ഡ്രില്ലുകൾക്കും വരുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടില്ല. ചില സമയത്ത് അത് നമുക്ക് ജെർക്കാവും. പക്ഷേ വർക്കിങ്ങിൽ യവൻ പുലിയാണ്. ഇപ്പോഴും 3 വർഷം മുന്നേ എങ്ങനെയാണ് മേടിച്ചത് അതേ പെർഫോമൻസ് നമുക്ക് അതേ ആ ക്ലിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബൈറ്റ് എന്ന് പറയില്ലേ, എല്ലാതും അതേപോലെ തന്നെ ഉണ്ട്. ഈവൻ ഡ്രില്ലിങ്ങിലാണെന്നുണ്ടെങ്കിലും കട്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും 2 പ്രൊഡക്റ്റും ഒരേപോലെ ഒരേ പെർഫോമൻസാണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ഫാബ്രിക്കേഷൻ അതുപോലെ വെൽഡിങ്. കാരണം നമുക്ക് സെൽഫ് സ്ക്രൂ അടിക്കാൻ അല്ലെങ്കിൽ ഹോൾസ് അടിക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ്. പിന്നെ ടോട്ടലിൽ നമുക്ക് മേടിക്കുമ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. മക്കിത്ത അല്ലെങ്കിൽ ഡിവാൾട്ട് അങ്ങനത്തെ ഒരുപാട് ഹൈ ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് സർവീസ് ഏറ്റവും എളുപ്പം കിട്ടുന്നതിനും അതേപോലെ തന്നെ ഒരു പാകത്ത് ആവറേജ് കോസ്റ്റിൽ കിട്ടുന്നതും നമുക്ക് ടോട്ടൽ എന്ന ബ്രാൻഡാണ്. പിന്നെ ഇതിന് താഴോട്ടുള്ള ചൈനീസ് ബ്രാൻഡുകളുണ്ട്, പക്ഷേ അതെനിക്കത്ര സാറ്റിസ്ഫൈങ് അല്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് എന്നുള്ള പ്രോഡക്റ്റുകൾ മാത്രം മേടിക്കുക. അത് ടോട്ടൽ എന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ബ്രാൻഡ് വരികയാണെങ്കിൽ അതും ട്രൈ ചെയ്യാം. ഞാനിത് മേടിക്കുന്ന സമയത്ത് നമുക്ക് റിവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ണും പൂട്ടി റിസ്ക് എടുത്ത് മേടിച്ചതാണ്. സോ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ടോട്ടലിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാറ്ററി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടൂൾസും നമുക്കൊരു ഒറ്റ പോയിന്റിൽ നമുക്ക് കിട്ടും. സോ എല്ലാവർക്കും വീഡിയോ ഷോർട്ട് തരുന്നു. ബൈ ബൈ.